ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാനത്തിലുടനീളമുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് ഉത്തരവിട്ടു. ഇതോടെ സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യു.പി. സർക്കാർ. എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും നുഴഞ്ഞുകയറ്റക്കാരെയും അനധികൃത വിദേശ പൗരന്മാരെയും കണ്ടുപിടിച്ച് തടങ്കലിൽ പാർപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ഇത് നടപ്പിലാക്കുന്നതിനായി ഓരോ ജില്ലയിലും താൽക്കാലിക തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. കസ്റ്റഡിയിൽ എടുക്കുന്നവരുടെ വിവരങ്ങൾ പരിശോധിച്ച് രേഖകളില്ലാത്തവരാണെന്ന് കണ്ടെത്തിയാൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ച് അവരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കും. വോട്ടർ പട്ടികയിൽ നിന്ന് നിയമവിരുദ്ധമായി ചേർത്ത പേരുകൾ നീക്കം ചെയ്യുന്നതിനുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR എന്ന് പേരിട്ടിരിക്കുന്ന ദേശീയ തലത്തിലുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം ഇപ്പോൾ ഉണ്ടാകുന്നത്. അനധികൃതമായി വോട്ടർ പട്ടികയിൽ ചേർത്ത പേരുകൾ ഒഴിവാക്കി രാജ്യത്തെ ജനാധിപത്യത്തിനെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് ഇതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യു.പി. സർക്കാരിന്റെ നിരീക്ഷണത്തിൽ സംശയാസ്പദമായ അനധികൃത കുടിയേറ്റക്കാരിൽ പലരും അയൽ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറിയതിനു ശേഷം വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി താമസിക്കുന്നവരാണ്. നമുക്കറിയാം, അത്തരത്തിൽ വ്യാജ ആധാറും തിരിച്ചറിയൽ രേഖകളും ഒക്കെയായി കേരളത്തിൽ നിന്നുൾപ്പെടെ കുറച്ച് ബംഗ്ലാദേശ് സ്വദേശികളെയും മറ്റും പിടികൂടിയിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ. അതേസമയം ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ SIRന്റെ രണ്ടാം ഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ 28 മുതൽ നവംബർ 3 വരെ അച്ചടിയും പരിശീലനവും നടന്നു. തുടർന്ന് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ എണ്ണൽ ഘട്ടം നടക്കും. കരട് വോട്ടർ പട്ടിക ഡിസംബർ 9 പ്രസിദ്ധീകരിക്കും. തുടർന്ന് 2026 ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ 2025 ജനുവരി 8 വരെ ക്ലെയിമുകളും എതിർപ്പുകളും വ്യക്തികൾക്ക് അറിയിക്കാനുള്ള കാലയളവാണ്. ആ കാലയളവ് ഉണ്ടാകും. 2026 ഡിസംബർ 9 ജനുവരി 31 ഇടയിൽ നോട്ടീസ് ഘട്ടം, ഹിയറിംഗ്, സ്ഥിരീകരണത്തിനായിട്ടുള്ള പ്രക്രിയകൾ ഇതൊക്കെ നടക്കും. 2026 ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. രാജ്യം വ്യാപക തോതിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഭീകരാക്രമണ ഭീഷണികൾ നേരിടുമ്പോൾ SIR പ്രക്രിയയ്ക്ക് ഒരു ദേശീയ സുരക്ഷയുടെ മാനം കൂടെ കൈവരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ശിക്ഷാ നടപടിയല്ല, മറിച്ച് പൗരത്വം പരിശോധിക്കുന്നതിനുള്ള നിയമപരമായിട്ടുള്ള നടപടിയാണെന്നും അധികൃതർ ഊന്നി പറയുന്നു.